ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മിനി സൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സൂവിലത്തെ വിശേഷങ്ങൾ കാണാം. ഈ ഫ്ലവറൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള സ്ഥലത്തെ ഫ്ലവേഴ്സാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുരുക്ഷേത്ര പോകുന്ന വഴിയിൽ 47 കിലോമീറ്റർ ദൂരമുള്ള പിപ്ലി മിനി സൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. മെയിൻ റോഡിൽ തന്നെയാണ്. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് സൂ വരുന്നത്. അപ്പോൾ ആവശ്യത്തിന് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറാൻ പോവുകയാണേ. 30 രൂപയാണ് പാർക്കിംഗ് ഫീസ് കാറിന്. അതൊക്കെ കൊടുത്ത് ഞങ്ങളത് സൂവിൻ്റെ അകത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറുകയാണേ. ഇവിടെ അകത്ത് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് टिकट काउंटर വരുന്നത്. टिकट केवल 1 घंटे के लिए मान्य होगी. ഇവിടെ അഡൾട്ടിന് 30 രൂപയും 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഒരു കുഞ്ഞു സൂ ആണേ. ഹനി നോക്ക്, ഇവിടെ എന്താണ് ഏഷ്യാറ്റിക് ലയൺ. ആ കണ്ടു, അവിടെ കിടക്കുന്നു അല്ലേ? എന്താ കൂട്ടിൻ്റെ അകത്തുണ്ട് കേട്ടോ. ആ ഒരെണ്ണം കൂട്ടിൻ്റെ അകത്തും ഒരു തക്കുട് മുണ്ടൻ അല്ലമ്മാ. കണ്ടാനി ആ അവിടെ കിടന്നുണ്ടായിരുന്നത് എഴുന്നേറ്റ് വന്നു. പിന്നെയും റെസ്റ്റ് എടുക്കുക. താടി വെച്ചതാണ് ലയൺ, താടി ഇല്ലാത്തത് പെണ്ണ്, ലയണസ്. അങ്ങനെയാണ്. നമ്മൾ അശിമാരി ഉണ്ടാവുമ്പോ പിടിച്ചത് ഈ സാധനല്ലേ സാറേ, ഇന്ത്യൻ ലെപ്പേർഡ്. ആ അതേ കിടക്കണു. കണ്ട അതെ 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 നടന്നു പോന്ന ഖത്തർനാക്ക് തന്നെ. സത്യം. ഇത് അടുത്തത് എഴുന്നേക്കുന്നുണ്ട്. ആണ് ആ അത് തോന്നുന്നു. ആ അത് മുഴ ഉള്ളതാണോ എന്താ അറിയില്ല. പാവം പക്ഷെ കഷ്ടപ്പെട്ടാ നടക്കുന്നത്. ആ ഇതാണോ തോന്നുന്നു സാറേ. അത് അവന് ദേഷ്യം വരുന്നുണ്ടെന്നാ തോന്നുന്നു അല്ലേ? അത് പിന്നെയും വരുന്നുണ്ട് അതിന്റെ സെയിം വാക്കിംഗ്. എന്തമ്മേ ഇതെന്താ ഹൈന? ചെന്നായല്ല, ഇത് മറ്റേതാ കഴുതപ്പുലി. കഴുതപ്പുലി കഴുതപ്പുലി ഹൈനയാണ്. ചെന്നായ വൂൾഫാണ്. ഇതേ വരുന്ന ഹനി ഇവിടെ ഓടിക്കൊണ്ട് വരുന്ന കണ്ടോ കണ്ടോ.
ആ ഇതാ ഓടുന്ന ഞാൻ പറഞ്ഞില്ല എല്ലാത്തിനകത്തും രണ്ടെണ്ണ ആ അത് ഫുൾ പെരിമീറ്റർ. ആ കൂട്ടിനകത്ത് അവര് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടാ. നോക്കിയേ ആന്നാന്ന് ഇവിടെ സമ്മറിലൊക്കെ വന്നാൽ നല്ല സുഖം ഉണ്ടാവും കേട്ടോ അല്ലേ? അല്ല സമ്മറിൽ വന്നാൽ നല്ല സുഖമായിരിക്കും നടക്കാൻ വേണ്ടിട്ടേ. നിറയെ മരവും മുളയൊക്കെ ആയിട്ട്. ജാക്കൽ ഓ കാട്ടുകൂർക്കന അത് ഹനി അതിന്റെ മോള് കേറി നിന്നിട്ടതാ ഹനി കണ്ടോ കുഞ്ഞതിനെ ദേ ഇവിടെ. ആ ഒരെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? കളിക്കാൻ വേണ്ടി സ്ലൈഡ് പോലത്തെ സാധനമൊക്കെ. അതെ അതെ വൂൾഫല്ലത് ജക്കൽ. പക്ഷെ അവിടെ ഒന്നും ഇല്ല തോന്നുന്നു. കാക്ക എവിടെ? ഓ ഇതല്ലേ അലിഗേറ്റർ അല്ലേ? അതിന്റെ മൂക്ക് നോക്ക്. ക്രോക്കഡൈൽ അല്ലത്, ഇത് അലിഗേറ്റർ ആണ്. ഇവിടെ ആ അതെ മയില്. ഇവിടെ കൂട്ടിലുണ്ട്, പക്ഷെ പുറത്തന്നെ അത് അങ്ങനെ മാന സാമ്പാർ. സാമ്പാർ അതിൻ്റെ പേര്. സാറ് പറഞ്ഞ പോലെ. എവിടെ ഹനി? ഹാ 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 ഇതിൻ്റെ മേലെ. ആ അതെ അതെ അതിൻ്റെ കൂടെ പീക്കോക്കും ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസ്. ഉണ്ടോ ഹനിയെ കണ്ടോ? അറിയില്ല സാർ. കടൽ കുതിര അല്ലല്ലോ. ആ അതെ അവിടെ ഇരിക്കുന്നു, കിടക്കുന്നു. ദേ സിംഹവാലൻ, ലങ്കൂർ. അതെ മലയാളം അത് പുറത്തിറങ്ങില്ല, ഹനി പേടിക്കണ്ട.
ओ इधर देख फोटो खींच दे तेरी പക്ഷെ നമ്മൾ കൊടുത്തുകൂടാ കണ്ണ ദേ ഒരു കുഞ്ഞതാ അതിന്റെ കുഞ്ഞാ തോന്നവൻ എവിടെ എനിക്ക് കാണുന്നില്ല ആ അതെ അതെ ദേ ഇരിക്കുന്നു ഹനി കുഞ്ഞതൊക്കെ ഉണ്ട് പാല് കുടിക്കുന്നത് ഹനി ബേബി ഇത്രയും കൂടി വലിയവന്റെ അവിടെ വികൃതി കാണിക്കുന്നത് നോക്ക് ഹരിദ്വാറില് മനസാദേവി മന്ദിറിൽ പോയില്ലേ സാറേ അവിടെ മുഴുവൻ ഈ സാധനമാണ് അയ്യോ ഡേഞ്ചറസ് ആയിരുന്നു ഹനി ധൈര്യമായിട്ട് കറിക്കോ ഏനും കറി ഐസ്ക്രീം കറി വൈകിട്ട് വരെ ഉണ്ടാവും ഹനി നമുക്ക് ഹനി ഒരു മിനിറ്റ് മൈലാഞ്ചിയാണോ ആ എന്നാന്ന് കണ്ട് ഹനി നമ്മളന്ന് നാട്ടിൽ നിന്ന് ഇട്ട മെഹന്തി കണ്ട ഇതല്ലേ അത് ശരി തന്നെ ശരി തന്നെ ഇവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് വലിയ ലോണൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ സൂ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ചല്ല ഞങ്ങൾക്ക് ഇനി ഒന്ന് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിൽ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ ഷെയ്ഖ് ചില്ലീസ് ടോംബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്കിയോളജിക്കൽ മോണുമെൻ്റ് ഉണ്ട് അതും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പിപ്ലി സൂലത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഷെയ്ഖ് ചില്ലീസ് ടോംബിലത്തെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹനിതേ ഒരു ഇതുവരെ കാണാത്ത ടൈപ്പ് ഐസ്ക്രീമൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു